ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രിയങ്കരമായ ഫ്രൈഡ് ചിക്കൻ വിഭവത്തിന്റെ പിറവിക്ക് പിന്നിൽ ഒരു പ്രചോദനത്തിന്റെ കഥയുണ്ട്. അത് KFC സ്ഥാപകനായ കേണൽ ഹാർലൻഡ് ഡേവിഡ് സാൻഡേഴ്സിന്റേതാണ്. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടും 60-ാം വയസ്സിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഈ മനുഷ്യന്റെ കഥ പരിശ്രമശാലികൾക്ക് എന്നും ഒരു പാഠമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 1890-ൽ അമേരിക്കയിലെ ഇൻഡ്യാനയിൽ ആയിരുന്നു ഹാർലൻഡ് സാൻഡേഴ്സിന്റെ ജനനം. അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. ഇതോടെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. മൂത്ത മകനായ ഹാർലൻഡ് തന്റെ ഇളയ സഹോദരങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇങ്ങനെയാണ് 7-ാം വയസ്സിൽ അദ്ദേഹം ഭക്ഷണം പാചകം ചെയ്യാൻ പഠിക്കുന്നത്. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ സാൻഡേഴ്സ് വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിയെടുക്കാൻ തുടങ്ങി. ഫാം തൊഴിലാളി, റെയിൽവേ ഫെയർമാൻ, നീരാവി കപ്പലിലെ ജോലിക്കാരൻ, ഇൻഷുറൻസ് ഏജന്റ്, നിയമജ്ഞൻ തുടങ്ങി ജീവിതത്തിൽ അദ്ദേഹം നിരവധി ജോലികൾ ചെയ്തു. പക്ഷേ ഒരിടത്തും അദ്ദേഹത്തിന് സ്ഥിരമായി തുടരാൻ കഴിഞ്ഞില്ല. ഏകദേശം 40 വയസ്സായപ്പോൾ കെൻഡക്കിയിലെ നോർത്ത് കോർബിനിലുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് അദ്ദേഹം തന്റെ പാചക വൈദഗ്ധ്യം പരീക്ഷിക്കാൻ തുടങ്ങിയത്. യാത്രക്കാർക്കായി അദ്ദേഹം തന്റെ വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങൾ, പ്രത്യേകിച്ച് ഫ്രൈഡ് ചിക്കൻ വിൽക്കാൻ തുടങ്ങി. ഈ വിഭവങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയപ്പോൾ ഗ്യാസ് സ്റ്റേഷനോട് ചേർന്ന് അദ്ദേഹം സാൻഡേഴ്സ് കഫേ എന്ന ഒരു ചെറിയ റെസ്റ്റോറന്റ് ആരംഭിച്ചു. സാൻഡേഴ്സ് കഫേ നന്നായി നടന്നുപോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു ദുരിതം വരുന്നത്. നോർത്ത് കോർബിനിലൂടെ കടന്നുപോയിരുന്ന പ്രധാന ഹൈവേയുടെ റൂട്ട് മാറ്റി പുതിയൊരു ഇന്റർസ്റ്റേറ്റ് ഹൈവേ വന്നതോടെ റെസ്റ്റോറന്റിലെ കച്ചവടം കുത്തനെ കുറഞ്ഞു. ഒടുവിൽ 65-ാം വയസ്സിൽ അദ്ദേഹത്തിന് ആ സ്ഥാപനം വിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത് തന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായ $105 മാത്രമായിരുന്നു. പരാജയപ്പെടാൻ മനസ്സില്ലാതിരുന്ന സാൻഡേഴ്സ് തന്റെ പ്രായത്തെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും വകവെക്കാതെ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് എന്ന പുതിയ ആശയവുമായി മുന്നോട്ട് വന്നു. തന്റെ വെളുത്ത സ്യൂട്ടും കറുത്ത ടൈയും ധരിച്ച് സ്വന്തമായി കാറോടിച്ച് അദ്ദേഹം അമേരിക്കയിലുടനീളമുള്ള റെസ്റ്റോറന്റുകൾ സന്ദർശിക്കാൻ തുടങ്ങി. ഓരോ റെസ്റ്റോറന്റ് ഉടമയെയും തന്റെ രഹസ്യ പാചകക്കൂട്ട് ഉപയോഗിച്ചുള്ള ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. പകരമായി വിൽക്കുന്ന ഓരോ ചിക്കൻ കഷ്ണത്തിനും നിശ്ചിത തുക കമ്മീഷൻ ആയി അദ്ദേഹം ആവശ്യപ്പെട്ടു. പലരും അദ്ദേഹത്തിന്റെ ആശയം തള്ളിക്കളഞ്ഞു. കഥകളനുസരിച്ച് 109 തവണ നിരസിക്കപ്പെട്ടതിനു ശേഷമാണ് 1952-ൽ യൂട്ടായിലുള്ള ഒരു റെസ്റ്റോറന്റ് ഉടമയായ പീറ്റ് ഹാർമൻ അദ്ദേഹത്തിന്റെ ആദ്യ ഫ്രാഞ്ചൈസിയായി മാറുന്നത്. KFC എന്ന ലോകോത്തര ബ്രാൻഡിന്റെ ഔദ്യോഗിക തുടക്കം ഇതായിരുന്നു. അവിടെ നിന്ന് സാൻഡേഴ്സിന്റെ വിജയഗാഥ ആരംഭിച്ചു. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ലോകമെമ്പാടും വേഗത്തിൽ വളർന്നു. 1962-ൽ 600-ൽ അധികം ഫ്രാഞ്ചൈസികൾ ഉണ്ടായിരുന്ന സമയത്ത് കേണൽ സാൻഡേഴ്സ് കമ്പനി ഒരു നിക്ഷേപക സംഘത്തിന് വിറ്റു. കമ്പനി വിറ്റെങ്കിലും അദ്ദേഹം KFC-യുടെ ഔദ്യോഗിക ബ്രാൻഡ് അംബാസഡറായി തുടർന്നു. അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖം, വെളുത്ത താടി, വെളുത്ത സ്യൂട്ട് എന്നിവ KFC-യുടെ ലോകമെമ്പാടുമുള്ള ചിഹ്നമായി മാറി. തന്റെ ജീവിതത്തിന്റെ ആദ്യ 40 വർഷങ്ങൾ പല ജോലികളിലും പരാജയപ്പെട്ടു. 65-ാം വയസ്സിൽ സ്വന്തം റെസ്റ്റോറന്റ് നഷ്ടപ്പെട്ടു. എന്നിട്ടും നിരാശപ്പെടാതെ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് കേണൽ സാൻഡേഴ്സ്. വിജയത്തിന് പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച ലോകത്തിലെ ഏറ്റവും പ്രചോദനാത്മകമായ സംരംഭകരിൽ ഒരാളാണ് അദ്ദേഹം.